ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് വൈറ്റ് സാരീസിന്റെ കളക്ഷൻ എപ്പോഴാണ് വരുന്നത്. നമ്മൾ ഈസ്റ്ററിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോഴും ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ വൈറ്റ് സാരീസ് എൻക്വയറീസ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം പുതിയ വൈറ്റ് സാരീസ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. അത് പ്രകാരം നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് വൈറ്റ് സാരി കളക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്ന കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് ആണ്. ഇപ്പോൾ സാരീസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സാരിയാണ്. ഇതൊരു സൂപ്പർ നെറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ്. വൈറ്റ് സൂപ്പർ നെറ്റ് മെറ്റീരിയൽ നമ്മൾ പ്ലെയിൻ സാരീസ് സെൻഡ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ്. ഇതിന് ഫുൾ ബോർഡറിൽ തിക്കായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ട് ബോർഡറിലും ഇതുപോലെ ഈ ഒരു തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പീച്ച് കളറിലെ രണ്ട് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് പീച്ചും ഇതിനകത്ത് വരുന്ന പോലെ ഒരു ലൈറ്റ് പീച്ചും വരുന്ന പോലെ ഫുൾ ബോർഡറി വരുന്ന പോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ബോഡി പോർഷനിലൂടെ എല്ലാം ഇതുപോലെ ചെറിയ മോട്ടീവ്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ബോർഡർ ഈ സാരി നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഭാഗം വരെ മാത്രമേ ഉള്ളൂ. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ സാരിയുടെ ഈ മോട്ടീവ്സ് ഒരു സാരിയുടെ പകുതി ഭാഗം തൊട്ട് താഴോട്ട് വരുന്ന പോലെ ഇതിൻ്റെ ഈ ഒരു ഇടയിൽ കൂടെയുള്ള മോട്ടീവ്സ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ അടിയിലും ആ ഒരു ഈ ഒരു ലെങ്കിൽ തന്നെയുള്ള അതേ രീതിയിൽ വരുന്ന പോലത്തെ ഫുൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഫാബ്രിക്കാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ഒരു മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സെയിം ബോർഡർ തന്നെ കണ്ടിന്യൂ ചെയ്ത് എൻഡ് വരെയും വന്നേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ടാസിൽസ് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു വൈറ്റും പീച്ചും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ടാസിൽസ് കൊടുത്തിരിക്കുന്നത്. ടാസിൽ ഭയങ്കരമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ലൈറ്റ് ആക്കാനായിട്ടാണ് ആ ഒരു വൈറ്റ് പീച്ച് കോമ്പിനേഷനിൽ തന്നെ ആ ഒരു ടാസിൽസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുന്താണി പോർഷൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ചേർച്ച് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സാരിയാണിത്. ഈ ഒരു സാരിയുടെ ഒരു ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഈ സാരിയിൽ അവൈലബിൾ ആണ്. സെയിം വേറൊരു ഡിഫറൻസും ഇല്ല. നമുക്ക് ഈ കാണിച്ച പീച്ച് കളറിന് പകരം ഈ ഒരു പിങ്ക് ഒരു ബ്ലൂ ഷെയ്ഡാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം രീതിയിൽ തന്നെ നമുക്ക് വരുന്ന പോലത്തെ പാറ്റേണിൽ വരുന്ന പോലത്തെ ഈ ഒരു സാരി വരുന്നത്. ഒരു ഡിഫറൻസ് ഉള്ള സെയിം ആയിട്ട് ഈ ഒരു ബ്ലൂ പകുതി ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ, അതായത് സ്കൈ ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൂടെ വരുന്ന പോലെ ഈ ബോർഡർ ഫുള്ളും. അതുപോലെ ഇതിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു ബോഡി പോർഷൻ ഫുൾ ആ ഒരു ചെറിയ മോട്ടീവ് വരുന്നത് പോലെ ഇതിൻ്റെ ഒരു മുണ്ടാണി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എൻഡ് അങ്ങനെ വന്നിട്ട് വൈറ്റും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള ലാസേഴ്സ് എൻഡിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ മുണ്ടാണി പോർഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ നമുക്ക് ബ്ലൗസ് വരും. ബോർഡർ ഒന്നും ഇല്ലാതെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്. ഈ രണ്ട് സാരീസിന്റെ റേറ്റ് വരുന്നത് 2125 ആണ്, 2125. അപ്പം ഈ സാരി ഭയങ്കരമായിട്ട് താല്പര്യമുള്ളത് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു സാരിയാണ്. നമ്മൾ ലാസ്റ്റ് കാണിച്ച രണ്ട് സാരിയും സെറ്റിക്കോട്ടയുടെ സൂപ്പർ നെറ്റ് മെറ്റീരിയലാണ്. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ടൊരു കോട്ട മെറ്റീരിയൽ സാരിയാണ്. ഇതിനകത്ത് ഒരു പിങ്ക് കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ ആണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഡിസൈൻ. നമ്മൾ അങ്ങനെ നോർമലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഡിസൈൻ അല്ല. ഫുൾ ഇങ്ങനെ ബോർഡർ കൂടെ സ്ട്രൈപ്സ് വന്നിട്ട് അതിനിടയ്ക്കൂടെ ചെറിയ ഫ്ലവർ പാറ്റേൺസ് കൂടെ വരുന്ന പോലത്തെ നല്ല എലഗൻ്റ് ആയിട്ടൊരു ഡിസൈൻ ഉണ്ട്. നമുക്ക് എപ്പോഴും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ. ഒത്തിരി ആൾക്കാർ നമ്മളെ നേരത്തെ ഇട്ട സാരീസിനൊക്കെ ആണെങ്കിൽ വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ വരുമ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഒരു സാരിയിൽ വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ഈ സൈഡ് ഫുൾ ബോർഡർ കൂടെ ഈ ഒരു സൈഡ് ഹാഫ് ബോർഡർ വരുന്ന പോലെ, അതായത് കൊടുത്ത് വരുന്ന ഒരു ഭാഗം വരുന്നത് പോലെയുമാണ്. നമ്മൾ ലാസ്റ്റ് കണ്ട സാരീസിന്റെ പോലെ തന്നെയാണ് ഇത് മുന്താണി പോർഷൻ വരുന്നത്. രണ്ട് സൈഡിൽ കൂടെയും ബോർഡറും അതിൻ്റെ എൻഡിൽ ഒരു ടാസിൽ വർക്കും ഒക്കെ വരുന്ന പോലെ നമ്മൾ ഓൾറെഡി കാണിച്ച ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു മുന്താണിയാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ആ ഒരു ടാസിൽ കൊടുത്തിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു റിച്ച് പിങ്ക് ഷെയ്ഡ് കാണാത്ത പോലെ ടാസിൽസ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് വശത്തും ബോർഡറും ഇവിടെ പ്ലെയിൻ ആയിട്ടും വന്നിരിക്കുന്ന പോലെ ഈ ഒരു സാരിയുടെ ഒരു മുന്താണി പോർഷൻ വരുന്നത് നമുക്ക് ചർച്ച് വെയർ ആയിട്ടാണെങ്കിലും അല്ലാതെ ഒരു ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എലഗൻ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഈ സാരീസിനകത്ത് നമുക്ക് ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് നമുക്ക് ബ്ലൗസ് ആയിട്ട് വരുന്നത്. നല്ല ഈ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് വെയർ ചെയ്യാനാണെങ്കിൽ ഈ സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ ഈ സാരിയുടെ ബോട്ടം പോർഷനിൽ നമ്മൾ നേരത്തെ കാണിച്ച സാരീസിന്റെ പോലെ തന്നെ മോട്ടീവ്സ് വന്നിട്ടുണ്ട്. ചെറിയ മോട്ടീവ്സ് നമുക്ക് ആ ഹാഫ് പോർഷൻ തൊട്ട് താഴോട്ട് അതുപോലത്തെ മോട്ടീവ്സും താഴെ കൂടെ ഫുൾ ബോർഡർ നമുക്ക് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സാരി ഈ പറഞ്ഞ ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്കും ഈ ഒരു പ്രീമിയം കോട്ട മെറ്റീരിയലും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2235 ആണ്. 2235 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു സാരി നമുക്ക് പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ വരുന്ന സാരിയാണ്.
ഇതിനകത്ത് ലാവൻഡർ കളറിൽ എംബ്രോയിഡറി ഫുൾ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ലാവൻഡർ കളർ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്ന കളേഴ്സും ഒക്കെ ഇഷ്ടപ്പെടാത്ത, അതായത് ചെറിയ ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ. ലാവൻഡർ കളർ എസ്പെഷ്യലി കാണാൻ നല്ലൊരു എലഗൻ്റ് ആയിട്ടൊരു കളറാണ്. ആ വൈറ്റിൽ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് വീഡിയോയുടെ വെട്ടത്തിൽ അത് അത്രമാത്രം ആ ഒരു ഭംഗി കാണണമെന്നില്ല. നേരിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു വൈറ്റ് ലാവൻഡർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ആ ഇത് വന്നിരിക്കുന്ന പോലെ തന്നെ ലൈൻസ് ഉള്ള പോലത്തെ ഒരു ബോർഡറാണ്. പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫുൾ ബോർഡറിൽ കൂടെയും ഈ ഒരു സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഇതിൻ്റെ ഈ രണ്ട് വശത്തൂടെ വരുന്ന ഈ ബോർഡറിൽ കൂടെയും ഈ ഒരു വർക്ക് കൂടാതെ എൻഡിലൂടെ ഇതുപോലത്തെ ഒരു സ്കാലപ്പ് ഫിനിഷ് വന്നിട്ടുണ്ട്. ആ ഒരു സ്കാലപ്പ് ഫിനിഷ് വന്നിരിക്കുമ്പോൾ തന്നെ ഈ ഒരു സാരിയുടെ ഒരു എലഗൻസ് ഒന്ന് മാറുക തന്നെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മുമ്പേ കണ്ട സാരിയേക്കാൾ ഒരു റിച്ച്നെസ് ഈ ഒരു സാരിയിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് ഈ ഒരു നടുക്കൂടുള്ള മോട്ടീവ്സ് ആണെങ്കിലും ബോർഡറിൽ വരുന്ന വർക്കൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച സാരീസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ്. ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു മുന്താണി പോർഷനിൽ വരുമ്പോഴത്തേന് ഇതുണ്ടോ, മുന്താണി പോർഷനിൽ നമ്മൾ ഇത്രയും നേരം കാണിച്ച സാരീസിന് എൻഡിൽ ടാസൽസ് വെച്ചിരിക്കുമായിരുന്നു. പകരം ഈ ഒരു സാരിയുടെ എൻഡിലൂടെ ഈ ഒരു എംബ്രോയിഡറി തന്നെ ഫുള്ള് നമ്മൾ കൊടുത്തിട്ട് എൻഡ് സ്കാലപ്പ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു മുന്താണി പോർഷൻ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഫുൾ താഴെ കൂടെയും ഫുൾ ആ ഒരു ബോർഡറിൽ കൂടെ എംബ്രോയിഡറി വന്ന് അതിൻ്റെ എൻഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് വളരെ ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ താഴത്തെ ബോർഡറിലോട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും നടുക്കൂടെ ആ ഒരു ബോട്ടീസ് എല്ലാം വന്നിട്ടുണ്ട്. താഴെ നമ്മൾ മുമ്പേ കാണിച്ച പോലെയല്ല ഫുൾ ആ ഒരു ബോർഡറും വന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് റിച്ച് ആയിട്ടുള്ളൊരു സാരിയാണ് ഇത്. നമ്മുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വൈറ്റ് സാരി കളക്ഷനിൽ വന്നിരിക്കുന്ന പുതിയൊരു സാരിയുടെ പാറ്റേൺ ആണ്. ഈ സാരിയുടെ പ്രൈസിങ് തുടങ്ങുന്നത് 2495 ആണ്. ഈ ഒരു പ്രൈസ് ഈ ഒരു വർക്കും ഈ ഒരു സ്കാലപ്പും ഒക്കെ ഈ ഒരു മെറ്റീരിയലും ഒക്കെ കൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഈ റേറ്റ് വരുന്നത്. ആ ഒരു നല്ല ഭംഗി, ഉടുത്താൽ അത്രയും ഭംഗിയുള്ള ഏറ്റവും നല്ലൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് വൈറ്റ് സാരീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞതുപോലെ ബാപ്റ്റിസംസിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള സാരി കളക്ഷനാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിലാണെങ്കിലും ഈ കൊട്ട സാരീസ് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ എല്ലാ സാരീസിൻ്റെയും ഉള്ളിൽ നമുക്ക് പ്ലെയിൻ കളർ ഫാബ്രിക്, അതായത് ഈ വൈറ്റ് കളർ സെയിം പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ബ്ലൗസ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അല്ല ഈ വർക്കിന്റെ കളറുള്ള ബ്ലൗസ് ഇടാൻ താല്പര്യമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പെയർ ചെയ്യാം. ഈ ഒരു പാറ്റേൺ നമുക്ക് നെക്സ്റ്റ് വരുന്ന സാരി ഒരു ഓഫ് വൈറ്റ് കളറിലെ കോട്ട സാരിയാണ്. നമ്മൾ ലാസ്റ്റ് കാണിച്ച എല്ലാ സാരീസും വൈറ്റ് സാരീസ് ആണ്. ഇത് നമുക്ക് പ്യൂർ വൈറ്റിലാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പോലെ അതിൽ ഒരു പിസ്ത ഗ്രീൻ കളറിലെ വർക്കും വരുന്ന പോലുള്ളൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ്. ഈ ഓഫ് വൈറ്റിൽ ആ ഒരു പിസ്ത ഗ്രീൻ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഭയങ്കര റിച്ച് നിൽക്കുന്ന പോലത്തെ വർക്കല്ല, കുറച്ചൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ആ ഒരു റോസപ്പൂവിൻ്റെ ഒരു പാറ്റേണിലുള്ള ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് വിട്ട ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡിസൈനിനകത്ത് കുറച്ചുകൂടി ഇങ്ങനെ ക്ലൈമ്പിംഗ് ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ ആയിരുന്നു. ഇതിനകത്ത് കുറച്ചുകൂടി വലുപ്പത്തിലൊരു ഫ്ലവർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ടാണ്. ആ ഒരു ഫ്ലവർ പാറ്റേൺ തന്നെ ഇതിൻ്റെ ഫുൾ ബോഡിയിൽ ഇതുപോലെ മോട്ടീവ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയ സൈസിലായിട്ട് നേരത്തെ കാണിച്ച സാരി പോലെ തന്നെ സെയിം ആയിട്ട് ഫുൾ ബോർഡറിൽ കൂടെ സ്കാലപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലൈൻ എംബ്രോയിഡറിയാണ് ഇതിൻ്റെയും ബോർഡറിൽ കൂടെ മൊത്തം വന്നിരിക്കുന്നത്. ഇതിന് ബോത്ത് സൈഡ്സിലും ഇതുപോലെ ബോർഡേഴ്സ് ഉണ്ട്. അതുപോലെ നേരത്തെ കാണിച്ച സാരിയുടെ പോലെ തന്നെ മുന്താണിയുടെ എൻഡും നമുക്ക് ഇതുപോലെ തന്നെ ഒരു വർക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്ത് എൻഡിൽ കൂടെ സ്കാലപ്പുള്ള അതേ പാറ്റേണിൽ തന്നെ ഈ ഒരു സാരിയും വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാണിച്ച സാരിയിൽ നിന്നും ഇതിൻ്റെ ഒരു കളറും ഡിസൈനും മാത്രമേ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഇതിൻ്റെയും ബോട്ടം പോർഷനിൽ വരുമ്പം നമുക്ക് ആ താഴ്വശം വരുന്നിടത്തൂടെ ചെറിയ മോട്ടീവ്സും ഉണ്ട്. ഫുൾ ബോർഡറിൽ കൂടെ വരുന്നു. ഫുൾ ആ ഒരു എൻഡ് പോർഷനിൽ കൂടെ ബോർഡറായിട്ട് ആ ഒരു എംബ്രോയിഡറി പാറ്റേണും വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച സാരിയുടെ സെയിം പ്രൈസിങ് ആണ് ഈ ഒരു സാരിക്കും വന്നിരിക്കുന്നത്. 2495 ആണ്. 2495 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു സാരിയുടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ പേൾ ആക്സസറീസ് ഒക്കെ ഇട്ട് ഒക്കെ പെയർ ചെയ്താൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും നല്ലൊരു എലഗൻ്റ് ആയിട്ട് റിച്ച് ലുക്ക് വരുന്ന പോലത്തെ ഒരു സാരിയാണ്. അപ്പം നമുക്ക് എന്ത് ലൊക്കേഷൻ ആണെങ്കിലും ഒരു ബാപ്റ്റിസമോ അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു സാരീസിനകത്ത് എല്ലാം നമുക്ക് പ്ലെയിൻ കളറിലെ സാരി ബ്ലൗസിനകത്തുണ്ട്. ഈ ഒരു ഓഫ് വൈറ്റ് കളർ പ്ലെയിൻ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനാണെങ്കിൽ ഇതിനകത്ത് സാരി ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ബ്ലൗസ് ഇടാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലത്തെ പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു പീച്ച് കളർ സാരി നമ്മൾ ഇത്രയും നേരം കാണിച്ചതെല്ലാം വൈറ്റും ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, വൈറ്റ് അല്ലാതെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ
എടുത്തിരിക്കുന്ന ഈ പീച്ച് ഷെയ്ഡ് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതിന്റെ കൂടെ ഒരു പേൾ ആക്സസറീസ് കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ല ക്ലാസ് ലുക്ക് ആയിരിക്കും. നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ. നമ്മൾ നേരത്തെ കാണിച്ച സാരിയുടെ സെയിം ഡിസൈൻ തന്നെയാണ്. ബോർഡറിൽ കൂടെ ഇതുപോലെ ലൈൻസ് വന്നിട്ട് ആ സെയിം ഡിസൈനിലുള്ള റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു ഗ്യാപ്പിട്ട് വന്നിരിക്കുന്നത്. സെയിം നമ്മൾ ആ ഒരു ഓഫ് വൈറ്റ് കണ്ടതിന് ജസ്റ്റ് കളർ ചേഞ്ച് എന്ന് മാത്രമേ ഉള്ളൂ. ഡിസൈനും ബാക്കി എല്ലാം സെയിം തന്നെയാണ്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫുൾ ബോർഡറിൽ കൂടെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തും ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ മുന്താണി പോർഷൻ ആണെങ്കിലും മുമ്പേ കാണിച്ച പോലെ തന്നെ എൻഡിലൂടെ ആ ഒരു വർക്ക് വന്ന് സ്കാലപ്പ് വർക്കും കൊടുത്താണ് ഈ ഒരു മുന്താണി പോർഷൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. നല്ലതായിട്ടൊരു ഫങ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും ചർച്ച് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ റെഗുലർ വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്ന നല്ലൊരു സാരിയാണ്. ഈ സാരിയുടെ റേറ്റ് സെയിം തന്നെയാണ്. 2495 ആണ് ഈ ഒരു സാരിയുടെ. ഈ മെറ്റീരിയൽ ഈക്വൽ സ്കാലപ്പ് വർക്ക് കൂടെ വരുന്നുണ്ട് ഈ ഒരു റേറ്റ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു കളക്ഷനാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ടൈം ഒക്കെ ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് ഞാൻ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൊരു സാരിയാണ്. അതിൻ്റെ പുതിയൊരു കളർ ഷെയ്ഡ്. പുതിയ ഷെയ്ഡല്ല, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്. സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പിങ്കും വയലറ്റും ബ്ലൂ ഒക്കെ ചോദിച്ച് നമ്മളടുത്ത് വിളിക്കാറുണ്ട്. ഇപ്പോഴും എൻക്വയറീസ് വരാറുള്ളൊരു സാരി. അതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ് ഇപ്പം ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് പോലെ മുന്താണി പോർഷനിൽ 6 ഡിസൈൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും അതിൻ്റെ ആ ഒരു ഫ്ലീറ്റിൻ്റെ അവിടെ 3 ഡിസൈനും ഉണ്ട്. സെയിം സാരി തന്നെ ഞാനിത് പോയിങ്ങനെ വീണ്ടും റിപ്പീറ്റഡ്ലി കാണിക്കുന്നില്ല. ഇത് ഓൾറെഡി ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു സാരി ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്ത് ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു സാരിയാണ്. സെയിം പാറ്റേണിൽ തന്നെ നമുക്കിപ്പോൾ ഈ പ്രാവശ്യത്തിൻ്റെ 2 കളർ ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത്. ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട് കാണിക്കാം. അപ്പം നമ്മൾ ആ കാണിച്ച സാരിയുടെ സെക്കൻഡ് ഷെയ്ഡാണിത്. നമുക്ക് വന്നിരിക്കുന്ന 2 ഷെയ്ഡ്സ് ഈ ഒരു പാറ്റേണിനകത്ത്. ഇത് നമുക്ക് ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. സെയിം ഗ്രീൻ ഒക്കെ സെയിം കളർ തന്നെയുള്ള ഗ്രീനാണ്. ആ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് കോമ്പിനേഷനിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച സാരിയിലെ പോലെ തന്നെ 11 ഡിസൈൻ ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും ഇതിൻ്റെ ഒരു മുന്താണി പോർഷനിൽ വരുന്നത് പോലെ ഇതുപോലെ 6 ഡിസൈൻസും ഇതുണ്ടോ 6 ഡിസൈൻസും അതുപോലെ ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തോട്ട് വരുന്നത് പോലെ 3 ഡിസൈൻസ്. അങ്ങനെ 11 ഡിസൈൻ ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ എൻക്വയറീസ് വന്നൊരു സാരിയാണിത്. എസ്പെഷ്യലി നമ്മൾ ഈ ഈസ്റ്റർ സ്പെഷ്യൽ സാരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇതിലൊരു പിങ്ക് ഷെയ്ഡും വയലറ്റ് ഷെയ്ഡും ഡിസ്പ്ലേ ഫസ്റ്റ് വന്നിരുന്നത്. ആ സാരീസിന് നമുക്ക് ഇപ്പോഴും ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് മാക്സിമം നമ്മൾ ശ്രമിച്ചാൽ പിങ്ക് ഷെയ്ഡോ വയലറ്റ് ഷെയ്ഡോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് കറന്റ് ഈ 2 ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനിയും ഈ ഒരു പാറ്റേൺ വരുമെന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഷെയ്ഡ്സ് എടുക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ആ സെയിം കളേഴ്സ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനത്തെ സാരീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാറ്റേണിൽ ഈ 2 കളേഴ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പം നമ്മൾ ഇന്ന് ഈ കാണിച്ച സാരീസിനകത്ത് ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സാരീസിന് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മളിതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ വീഡിയോയിൽ റൈറ്റ് ചെയ്ത് അതായത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1575. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പ്രൈസാണ്. അതുകൊണ്ട് റിപ്പീറ്റഡ്ലി പിന്നെ പറയാം. എന്നാലും ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയുവാണ്. ഈ ഒരു സാരീസ് അതായത് ഈ 2 കളർ ഷെയ്ഡ്സിൻ്റെ പ്രൈസ് വരുന്നത് 1575 ആണ്. എല്ലാ സാരീസും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇത് ടോപ്പ് പോർഷനിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും പ്രൈസ്. അപ്പം ആ പ്രൈസ് പിന്നെ അഡീഷണൽ ആയിട്ട് ഷിപ്പിംഗ് ചാർജും ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ത്രൂ ആണ് ഇതെല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാനും നോർമൽ പോസ്റ്റ് ആയിട്ട് അയക്കാനും ചെറിയൊരു ഡിഫറൻസ് ഷിപ്പിംഗ് ചാർജ് വരും. അത് ഈ പ്രൈസിനകത്ത് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ ഈ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയ സാരീസിന്റെ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.